വന്ന് കാണുന്നവരെ ഒരു സമാധാനക്കേടന്നാന്ന് വിളിച്ചോ പറയെല്ലാം ചെയ്യും. അച്ഛൻ പോയാലും മിസ് ചെയ്യോ അതോ അച്ഛൻ കിൻഡർ ജോയ് കൊണ്ടുവരും, അതുകൊണ്ട് കുഴപ്പമില്ല. എന്റെ മോനെ. ഹായ്, ഹായ്, ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വിജുവേട്ടൻ്റെ സുഹൃത്ത് വരുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു തിരക്കിലാന്ന്. ചേട്ടാ പറ. നമുക്ക് അല്ല അതില്ലേ പറയുന്ന കേൾക്കുമ്പോഴായിരിക്കും എന്നാ ദൂരെയോ പോയിട്ട് കുറേ നാൾ കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ ദുബായിലെല്ലാം പോകുന്നില്ല, അതുപോലെ പറയുന്നത് നാളെ ഡൽഹിയിൽ യൂട്യൂബിൻ്റെ ഒരു മീറ്റപ്പ് ഉണ്ട്. അപ്പോൾ അവർ ക്ഷണിച്ചിന് അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഒരാൾ എല്ലാവർക്കും പോകാൻ കഴിയില്ല, ഒരാളെ എനിക്ക് തലവിടുള്ളൂ. അപ്പോൾ ഞാനങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾ പോകാന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെ വിട്ടു നിൽക്കലില്ലല്ലോ. ഒരു ദിവസം അല്ല, ഒരു ദിവസമെങ്കിലും ഞാനൊന്ന് മാറി നിന്നോട്ടെ അല്ലേ? സന്തോഷം. അങ്ങനെ ഒരു ദിവസമെങ്കിലും നമ്മളെ മാറി നിൽക്കാൻ വേണ്ടി അച്ഛക്ക് ഒരു ദിവസം സന്തോഷം വരും. അതെ സുഹൃത്തുക്കളെ, അപ്പോൾ അങ്ങനെയുള്ളത്. അപ്പോൾ നമുക്ക് ഒരു ദിവസത്തിലെ ഒരാഴ്ച ആക്കാൻ വേണ്ടി ഞാൻ ചോദിച്ചു, അവർ സമ്മതിച്ചില്ല. അതുകൊണ്ടാണ് അപ്പോൾ നമ്മളങ്ങനെ നാളെ അങ്ങനെയാണെങ്കിൽ ഒന്ന് ഒരു ഇതുണ്ട് ചേട്ടാ, ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ട് നിൽക്കാം ഒരാഴ്ച. അന്നേരം നിങ്ങൾക്ക് അല്ല, ഞാൻ നാളെ വരും. നാളെ പോയിട്ട് നാളെ തന്നെ വരും കേട്ടാ. നാളെ തന്നെ വരും. അപ്പോൾ കുഴപ്പമില്ല, നമുക്ക് വന്നിട്ട് ഒപ്പരം പോവാം. അപ്പോൾ നമ്മൾ വന്നപാട് ഒപ്പരം ഇവളെ വീട്ടിലേക്ക് പോകുന്നതായിരിക്കും. അതുകൂടി നമ്മളിപ്പം പറയാം. ഒപ്പരല്ല, ഞാൻ ഒറ്റയ്ക്ക്. ഇവള് ഒറ്റക്ക് പോവും, ഇവളെ കൂടെ അല്ലേ ഞാനങ്ങനെ പോവും. അപ്പോൾ അങ്ങനെയല്ല, അപ്പോൾ ഇപ്പം സ്കൂളിലെ ലീവ് വരുന്നില്ല, അപ്പോൾ പിന്നെ എന്തായാലും നമ്മൾ പോകും. അപ്പോൾ അതിലിടയ്ക്ക് ഒരു യൂട്യൂബിൻ്റെ ഒരു പരിപാടി കേട്ടോ. അപ്പോൾ എല്ലാ പ്രാവശ്യം നമ്മളെല്ലാവരും ഒപ്പരാന്ന് പോക്ക്. ഡൽഹിയിലാണ് പരിപാടി, വലിയ പരിപാടിയാണെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മളെല്ലാരും പോവേനു, പിന്നെ ഭാവിയെല്ലാം ഉള്ളതുകൊണ്ട്, പിന്നെ ഇവന് പരീക്ഷയാന്ന്, നാളെ മുതൽ പരീക്ഷയും തുടങ്ങുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ പോകാൻ കഴിയില്ല. ഒരു പ്രാവശ്യം പോയാൽ ഇവരെല്ലാം പുറത്തേക്ക് പോയതിന്, എന്നിട്ട് നമ്മൾ പോയിനു. അതുപോലെ പ്രാവശ്യം പരിപാടി കേട്ടോ. അപ്പോൾ നമ്മളിന്ന് നമ്മളെ സുഹൃത്ത് വരുന്നുണ്ട്. അപ്പം വരുന്നതുകൊണ്ട് അവൻ്റെ വീട്ടിൽ നമ്മൾ പോകുന്നതാണ്. അപ്പോൾ അവൻ ഇങ്ങോട്ട് വരുന്നതുകൊണ്ട് കുറച്ച് ഫുഡും പരിപാടിയിലാക്കണം, അതിൻ്റെ പരിപാടിയും തിരക്കിലാണ്. അപ്പോൾ അങ്ങനെ ഒരു യാത്ര, നല്ല ഒരു അടിപൊളി യാത്ര. കാരണം ഞാൻ ഒറ്റക്കാണല്ലോ, അപ്പോൾ പിന്നെ അതിൻ്റെതായിട്ടുള്ളൊരു അടിപൊളിയായിട്ടുള്ളൊരു യാത്ര നമുക്ക് കാണാം. അപ്പം ഞാൻ നാളെ വീഡിയോ ഇടും കേട്ടോ. നാളെ പോകുന്ന അടുത്ത കാര്യങ്ങൾ നമ്മളെ നാട്ടിലല്ല, അങ്ങോട്ടുള്ള യൂട്യൂബേഴ്സ് എല്ലാം നമ്മുടെ നാട്ടിലുള്ള ആരെല്ലാം ഉണ്ട് തോന്നുന്നു. ഫോട്ടോക്ക് മനീഷ് പിന്നെ അങ്ങനെ ആരെല്ലാം ഉണ്ട് എന്നാണ് കേട്ടത്. അപ്പോൾ പരിപാടിയിലേക്ക് പോകുമ്പോൾ നമുക്ക് തേങ്ങയും കൊണ്ട് പോവാച്ചിട്ട് തേങ്ങ ഉരിക്കാൻ തുടങ്ങി. അപ്പോൾ അനു ഞാൻ ഉരിക്കാൻ പറഞ്ഞിട്ട് ഒരു തേങ്ങ കൊണ്ട് വന്ന് നിൽക്കുന്നുണ്ട്. ഉരിക്കാൻ അറിയില്ലേനു പണ്ട്, ഇപ്പം അങ്ങനെ പറഞ്ഞൂടാ. കാരണം തേങ്ങയില്ലല്ലോ. ഇല്ല, പണ്ട് ഇതുപോലെ തേങ്ങ ഇങ്ങനെ മേടിക്കലാന്ന്. ഇവിടെ വന്ന പിന്നെ ഞാൻ ഉരിക്കാൻ പഠിച്ചു. ഇതെല്ലാം ഇവർക്ക് അന്യവേനും കേട്ടോ, ഇവർക്ക് അറിയാനില്ല ഇതെന്ന സംഭവം തന്നെ ചോദിച്ചു. ആദ്യം ഇതെന്ന സംഭവം എന്ന് ചോദിച്ചു. തേങ്ങ ഇത് പാറയിലല്ല, കത്തിയാളിനെ കൊണ്ടുതന്നെയല്ലോ ഉടിച്ചോണ്ടുണ്ടായത്. ഇപ്പൊ പിന്നെയും കുറച്ച് എളുപ്പമായി പാറയുള്ളതുകൊണ്ട്. പറയാൻ പഠിച്ചില്ല ഈ സാധനം. അല്ല, അപ്പൊ മാമൻ നാളെ പോകുന്നതിനെ പറ്റി എന്താണ് പറയാനുള്ളത്? ഡൽഹി പോകുന്നില്ല, വളരെ സന്തോഷകരമാണ് നടക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ ഇന്ന് രാത്രി ചിക്കൻ കറി വെച്ച് ആഘോഷിക്കുന്നു. അപ്പം ഞാനും ഇവിടെയുണ്ട്. ഇവര് എല്ലാം തേങ്ങയിൽ എടുക്കുന്നത് നോക്കിയിട്ട് ഞാനും ഇവിടെ നിൽക്കുന്നുണ്ട്. തേങ്ങ കേടാനെന്ന് അറിയാണ്ട് തിന്നുന്ന ചില ടീം. അത് പറിക്കുമ്പോ പാറയിമ്മല് വീണിട്ട് തേങ്ങ പൊട്ടിപ്പോയിനെ. അപ്പൊ കുറേ സായി പറിച്ചിട്ട്, അപ്പൊ എന്നാലും അതിന്റെ ഉള്ളില് കടത്തിട്ടില്ല, പൊട്ടി വെള്ളം പോയിനെ, അത്രേ ഉള്ളൂ. ഞാൻ നാളെ ഡൽഹിയിലേക്ക് പോകുമ്പോ എങ്ങനെയാകുമ്പോ നിങ്ങൾ തന്നെ ഒരു ദിവസം അങ്ങനെ കാണാൻ നിൽക്കുമെന്നാ പറയല്ലേ? ഗൾഫിലാവുന്നേ, ഡൽഹിയില്. ഈ അന്റെ മോനെന്നാ വരാത്തേ പിന്നെ രാത്രി വരെയും വരാത്തേ ഇപ്പം ഇങ്ങനെ പറയുവേ. കൊറേ രാവിലെ പോയി കഴിഞ്ഞാൽ എന്റെ മോനെ വിളിച്ചു നോക്ക് ഇതെല്ലാം പറയും. അതെന്തായാലും ഒരു അമ്മക്ക് അങ്ങനെ തന്നെയാ. ഒരു മക്കളെ അടുത്തില്ലെങ്കിൽ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാല് വന്ന് കാണുന്നവരെ ഒരു സമാധാനക്കേടന്നാന്ന് വിളിച്ചോ പറയെല്ലാം ചെയ്യും. പക്ഷേങ്കിൽ ഇതിപ്പോൾ ഇവിടെ തന്നെ നിൽക്കുന്നത് കൊണ്ടാണ് ഒരു ദിവസം പുറത്ത് പോകുമ്പോൾ എനിക്ക് എന്തോ പോലെ ആകുന്നത്. പുറത്ത് പോയിട്ട് കുറേ നാൾ നിന്നിട്ട് പിന്നെ പോകുന്നതാണെങ്കിൽ അങ്ങനെ ഇത് വരൂല. എങ്ങനെയുണ്ടോ അച്ഛൻ പോയാലും മിസ് ചെയ്യോ അതോ? അച്ഛൻ കിൻഡർ ജോയ് കൊണ്ടുവരും, അതുകൊണ്ട് കുഴപ്പമില്ല. എന്റെ മോനെ, ഓരോരാളെ മൈൻഡ് നോക്കിയാട്ടെ. ഓൻ എന്താ അറിയോ, നിങ്ങൾ പോയപാട് ഓനും പോവും സ്കൂളിലേക്ക്, പിന്നെ നിങ്ങൾ വൈകിട്ട് വരുമ്പോ പോകുമ്പോ വരുള്ളൂ. അപ്പൊ ഇങ്ങനെയല്ലാന്ന് കേട്ടോ ഇവരെ മനസ്സിലിരിപ്പ്. ഞാനിവിടെ ഇല്ലെങ്കിൽ ഇവരെ ഇങ്ങനെയല്ലാന്ന് ചിന്തിക്കുന്നത്. തന്നെ
എന്നെ വരാൻ പറ്റുമോ? ഞാൻ രാത്രി അല്ലെ നാളെ നിങ്ങളല്ലേ ഇങ്ങനെയല്ലേ ഉള്ളത്. ഞാൻ വരണം അതേ ചോദ്യം നമുക്ക് അങ്ങോട്ടും ചോദിക്കാല്ലോ. ഒരാഴ്ച കഴിഞ്ഞിട്ട് വരാം. പിന്നെ എന്താ നമ്മള് വിട്ടിട്ട് നിങ്ങൾ ഒറ്റക്ക് അല്ല ഞാന് അല്ല ഇതല്ലാട്ടെ ഞാനും കവിയും കൂടി ഒന്ന് മട്ടൺ എടുപ്പിന്. അപ്പം അന്ന പോലെ ഷർട്ട് ഇതല്ലാണ്ട് വേറെ എന്തെങ്കിലും ഒന്ന് എടുത്തിട്ട് ഇപ്പം വേറെ മാരീനെ കവിൻ്റെ ഒക്കെ കേൾക്കേണ്ടി വരും. അതുകൊണ്ട് കണ്ട വെച്ചിട്ടാണ് അലക്കുന്നത് അവർക്ക് ബുദ്ധിമുട്ടല്ലേ അവിടെ. പിന്നെ ഞാൻ പോകുമ്പോൾ നിങ്ങൾ മിസ് ചെയ്യുന്ന വെച്ചല്ലേ ഓരോ അരമണിക്കൂർ 1 മണിക്കൂർ കൂടുമ്പോൾ ആരെങ്കിലും വിളിക്കും. വിജയോടെ എടുത്തിന്ന് വിളിച്ച് ചോദിക്കുന്നതുകൊണ്ട് എനിക്ക് അങ്ങനെ മിസ് ഒന്നും ചെയ്തില്ല. പിന്നെ നമ്മൾ അടുത്തിരാൻ ആരുമില്ലാണ്ട് മനക്കൊന്നും അറിയില്ലല്ലോ, ഭാഷ അറിയില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു ഇതായിരിക്കും, എന്താ പറയുക, തിരിയാണ്ട്. പിന്നെ ഞാൻ അവിടെ കിടന്ന് നിങ്ങളൊക്കെ വിളിക്കാം, ഇടയ്ക്കൊക്കെ വിളിക്കും, മോളെയൊക്കെ വിളിക്കും കേട്ടോ. പിന്നെ ഞാൻ എന്താ കൊണ്ടുവരേണ്ടത്? ഒന്നും കൊണ്ടുവരണ്ട അല്ലേ? അപ്പൊ കളിപ്പാട്ടങ്ങളൊക്കെ കൊണ്ടുവരും കേട്ടോ. കുട്ടനെ കൊണ്ടുവരാം. ചേച്ചിക്ക് എന്താ വേണ്ടത്? സാരി കൊണ്ടുവരും, അമ്മക്ക് കൊണ്ടുവരും. ദ്രോഹി. അപ്പോ താജ്മഹലാണെന്ന് നമ്മൾ പോയി പോവാൻ നമുക്ക് ഇരിക്കാം. ഇപ്രാവശ്യം നമ്മളില്ലേ ഈ ഇത് ലീവായ സമയത്ത് ഇവരെല്ലാം കൂട്ടി നമുക്ക് വീട്ടിൽ പോകാൻ കേട്ടോ. പോവും. എണീച്ചപാട് വരുന്ന ഒരാളാണ്. എണീച്ച് വരുന്ന സമയത്ത് അമ്മേനെ കണ്ടിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാവാം. ഇനിയിപ്പോ നാളെ എണീക്കുമ്പോൾ അച്ഛനെ കണ്ടില്ലെങ്കിൽ വാവക്ക് വിഷമാവോ? അത് കഴിയട്ടെ. അതുപോലല്ല, ഒരു അച്ഛന്റെ സാമീപ്യം എന്ന് പറയുന്നത് ഒരു അങ്ങനെയാണ്. ഇപ്പൊ അന്നെ കാണാണ്ട് എങ്ങനെയാ വാവ നിക്കുക? നാളെ വൈകിട്ടല്ലേ അച്ഛൻ വരൂ. കുട്ടി ആഗ്രഹിക്കാത്തത് മാമൻ ആഗ്രഹിക്കുന്നതുമായ ഒന്ന്. എന്ത് സാന്നിധ്യം. വണ്ടി വന്നേരം എല്ലാരും ഓടിയട്ടാ. ഇതാണ് അങ്കി എടുക്കുന്ന വണ്ടി. അങ്കി മാമൻ നാളെ രാവിലെ പോകും. അറിയില്ല, നാളെ പുറത്തേക്ക്. അതിലൊക്കെ പറയണ്ടേ, ആ അങ്കി ഗൾഫിലേക്ക് പോകുന്നുണ്ട് കേട്ടാ. കുറച്ച് കഴിഞ്ഞാൽ അവിടെ അങ്കി ഗൾഫിലേക്ക് പോവും, നമ്മൾ അയക്കും അല്ലേ. ഋതു ഉണ്ട്. ഇപ്പോൾ ലോഡിങ് കാരി ഉണ്ട് കേട്ടാ. ലോഡിങ് കാരി ചേച്ചിയാണ് ഇന്ന്. കുറച്ച് അണ്ടി കിട്ടി. അല്ല ഇതിന്റെ പുറകിൽ ആളുടെ ചേച്ചി ഇതിന്റെ ഉടമസ്ഥ ആരും വരാനില്ല. ചക്ക കിട്ടി. അപ്പൊ ഇന്ന് അങ്കീതിന്റെ വണ്ടി ഉള്ളതുകൊണ്ട് കുറച്ച് വിറക് എടുക്കാൻ വേണ്ടി ഇവര് പോയതാണേ. വിറക് കിട്ടീനാടോ, കുറച്ച് വിറക് കിട്ടീനേട്ടാ. അപ്പൊ ഇപ്പം ഗ്യാസ് എല്ലാം ഇങ്ങനെ ആയി വരില്ലേ. അപ്പൊ പിന്നെ വിറക് എന്തായാലും അത്യാവശ്യമാണ്. അതിന് ചേച്ചി തന്നെ ഇറങ്ങണ്ടാവുന്നല്ലേ ചേച്ചി? ഇപ്രാവശ്യം ഞാൻ എത്തിയില്ല കേട്ടോ. അതിലോട്ട് കേസ് പോയിട്ടില്ലേ, ഞാനും ചേച്ചി തന്നെയാ പോക്ക്. പിടിക്കാൻ ആള് വരുത്തുന്നേ ഇപ്പൊ എത്തിയില്ല. ഞാനും ചേച്ചി മുറുകത്തി കൊണ്ടുവന്ന പോലെ ഇല്ലേ? ആരും കൊണ്ടുവന്ന ചേച്ചി? അന്ന് ചേച്ചി അന്നൊന്നും പറയാത്ത ചേച്ചി. അല്ല ഉണ്ട്, ഞാൻ നാളെ രാവിലെ പോകുന്നു. ഞങ്ങൾക്ക് സമാധാനാവല്ലോ. പോകുന്നു രാവിലെ ദുബൈയിലേക്ക്. എന്തായാലും ദുബായിലേക്ക് എന്റെ അമ്മ വീടായിട്ടാണ് നീ പോവാതെ കേട്ടാ. അപ്പൊ ഞാൻ രാവിലെ പോകും. അല്ല ഞാനൊരു കാര്യം ചെയ്തിട്ടില്ല. ഞാൻ നാളെ ഇപ്പൊ ദുബായിലേക്ക് പോയിട്ടാകുമ്പോ ഞാൻ കുറെ ദിവസം കഴിഞ്ഞേ വരുള്ളൂ. അപ്പൊ എന്നെ മിസ് ചെയ്യോ എങ്ങനെയാന്ന്? അത് തീർച്ചയായും മിസ് ചെയ്യാൻ. നമുക്ക് ഞാൻ 2 ദിവസം കാണേണ്ടത് നിന്നെ വിളിക്കയില്ല, എനിക്ക് ആവൂല. ഞാൻ വെറുതെ പറഞ്ഞു, ഞാൻ വെറുതെ പറഞ്ഞു. ഇനി അപ്പുറം പോയിട്ട് ചിരിക്കൊന്നും വേണ്ട. പോയല്ലോ ചേച്ചിക്ക് സങ്കടം ഭയങ്കര. ചേച്ചിയാണല്ലോ ഒപ്പം. ഞാൻ 2 ദിവസം കണ്ടില്ല, 3-ാമത്തെ ദിവസം വിളിച്ചു വെക്കൽ. നീ എവിടെയാ പോയി? 2 ദിവസം ഞാൻ പറഞ്ഞിട്ട് കാണുന്നില്ല. നീ ഏടി ദുബായിലും പോണ്ട, ഏടിയും പോണ്ട. ചൊറിയാട്ടാ, ചൊറിയാന്നട്ടാ. അപ്പൊ അറിതോ വന്നിട്ട് കാണാം. ആ തിന്നതില്ല, ആ എന്തോ തിന്നിട്ടില്ലേ? കട്ട് ഉറുമ്പ് അടിച്ചിട്ട് കൊല്ലാനാക്കി. നമുക്ക് വിഷയമില്ല വെച്ചാൽ നീ ഇതിനടക്ക് പോയിട്ട് വേഗം വന്നോണ്ട് അതുപോലെയാന്ന് വിചാരിക്കും. ഇപ്പൊ മൈ പോയിട്ട് വരുമ്പോ ചേച്ചി ഒന്നുമില്ല ചേച്ചി, നാളെ ഡൽഹി പോന്നെ വൈകിട്ട് തന്നെ തിരിച്ചു വരും. അപ്പൊ അണ്ടീന്റെ അവരിപ്പോ ഓടി ബാക്കിൽ തന്നെ വരുന്നുണ്ടാവും. ഇപ്പൊ ഇടയ്ക്കിരുന്ന് മാറിയിക്കണം. നമ്മളെല്ലാരും ഉണ്ട് കേട്ടാ. വീണ്ടിടാ എന്തെല്ലാന്ന് ഈ പത്തിൽ തെയ്യമുള്ളതുകൊണ്ട് തെയ്യത്തിന്റെ അടുക്കെല്ലാം പിള്ളറിൽ വരുന്നോണ്ട് നമ്മള് കാണലേയില്ല. എപ്പെങ്കിലും കിട്ടല്ലോ. ഋഷിക്ക് അച്ഛൻ പോകുന്ന കാലത്ത് ചിരിക്കുന്ന ഇന്ന് എല്ലാരും ഉണ്ട് കേട്ടാ. നോക്ക്, രാണേശ്വരി കൂടി വിളിക്ക്. നമ്മളെ നാട്ടില് ബെറിനും ക്ഷാമൂല കേട്ടാ. നമ്മൾ ഇവിടെ കണ്ട നേരെ ബാക്കില് റബ്ബറാണ്. ഇങ്ങനെ തോട്ടലിൽ ഉള്ളതുകൊണ്ടില്ലേ അങ്ങനെ ക്ഷാമൂല. ഇപ്പൊ
അങ്ങനെ ഒരു ഇതില്ല അല്ലേ ചേച്ചി? അല്ല ഇതിന്റെ ആൾക്കാർ നല്ല ശരിയാക്കുന്നതല്ലേ, ചക്ക സെറ്റ് ആക്കുമോ? ചക്കയും വെച്ച മേമിയും വെച്ച ഈ ഇത് കാണുമ്പോ അതാടെ കൂടുതലുണ്ട് ഇവിടെ കാണിക്കാം അതിനെല്ലാം ചുള കെട്ടിട്ടുണ്ടാവും കേട്ടോ മോളെ. സാധാരണ അമ്മേന്റെ പേര് മക്കള് പോകുന്ന പോലെ അമ്മേനെ പറിച്ചു അപ്പാട് മക്കളും ഇങ്ങ് വന്നു, 2 മക്കള്. രണ്ടെണ്ണം കിട്ടിയില്ലേ? അപ്പൊ ഇവിടെ ഒരു കാര്യം പറയില്ല, ഇവിടെ ചക്ക ആയി കഴിഞ്ഞാൽ പിന്നെ എല്ലാരും ചക്കയായിരിക്കും. ഇപ്പൊ ഇന്ന് സാമ്പാറിൽ ചക്ക, വറവ് ചക്ക, പുളിങ്കറി ചക്ക. ചക്ക കിട്ടിയ പിന്നെ എല്ലാം ചക്കയല്ല, സാമ്പാറിൽ ചക്ക, പരിപ്പരി ചക്ക. എന്നാന്ന് വെച്ചാല് വെപ്പിന് അത്ര ഗുണം പോരാ ഈ ചക്ക. ആരും തിന്നൂല, ചളി പോലെ ഉണ്ടാവുക. അപ്പൊ അത് ഞാൻ പൊട്ടുന്നേനെ ഇപ്പൊ 3-4 പ്രാവശ്യമായി ഓരോന്ന് പൊട്ടിച്ചിട്ട് ഇത്രേ ആയനുള്ളൂ. അവ അതിന്റെ മുകളില് അത് പൊട്ടിച്ചിട്ട് വറവാക്കൂ, സാമ്പാർ വെക്കാൻ നല്ലതാന്ന്, പുളിങ്കറി വെക്കാൻ നല്ലതാന്ന്. അച്ഛൻ പറയില്ല ചക്കന്റെ മോരുന്ന്. അതെ, അതുപോലെ ഇന്ന് ചക്ക സാമ്പാറും എല്ലാ പറമ്പുകളിൽ നിന്നും പല പറമ്പുകളിൽ നിന്നും സമാഹരിച്ച ചക്ക, മാങ്ങ, അണ്ടി എന്നീ ഐറ്റംസ്. പിന്നെ വരുവാന്നൊന്നും അറിയില്ല. ഈ പ്ലാവ് കാണുമ്പോ ഇടയ്ക്കൊക്കെ പ്രാന്തിരിക്കും. എത്രോട്ടൊക്കെ ഏരിയ അറിയാം. കൊറോണ സമയത്ത് അമ്മ വിളിക്കുമ്പോ ചക്ക വൈകുന്നേരം ആകുമ്പോ കൊറോണ സമയത്ത് ചക്കി മാങ്ങിയല്ലടാ കൊണ്ടുപോകുന്നതിനൊക്കെ. കവി ഇപ്രാവശ്യം നമ്മളെ നാട് കുറ്റാട്ടൂർ മാങ്ങ കേട്ടാ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മാങ്ങേന്റെ മാമ്പഴത്തിന്റെ സ്ഥലമാണ് കുറ്റാട്ടൂർ. അപ്പൊ കുറ്റാട്ടൂർ മാങ്ങ ഇപ്രാവശ്യം ആയിട്ടുണ്ട്, അത് നമ്മൾ കിട്ടിയിട്ടുണ്ട്. വാവക്ക് തിന്നാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് നമ്മള്. അതിങ്ങനെ വായിലിട്ട് ഇങ്ങനെ വിൽക്കുക. ഇതെല്ലാം കണ്ണിമാങ്ങ ഉണ്ട് കേട്ടോ ഇപ്രാവശ്യം. അതിന് വരെ ഇഷ്ടം പോലെ ഉണ്ട്. ഇതിപ്പോ ഈ ക്യാമറയിൽ കാണുന്നില്ല, ഈ സൂം ലെൻസ് അല്ല കേട്ടോ. കണ്ണിമാങ്ങ പ്രായത്തിൽ പാട്ട് കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോ എന്റെ പുന്നാരേ മാമ്പഴമാകട്ടെ. കവി ആവേശം വേണ്ട മോളെ. ഇത് നമ്മള് വണ്ടി കേട്ടാ. ഞാൻ ഈ വണ്ടിയിൽ മുമ്പ് ഉണ്ടായിരുന്നു ഡ്രൈവറായിട്ട്. ഇപ്പൊ ഇതോ അങ്കി. ഈ വണ്ടിയിലല്ല, ഞാൻ വേറെ വണ്ടിയാണ്. ഈ വണ്ടിയിൽ അങ്കി. ഇതാട്ടോ നമ്മളെ വളയം. എല്ലാരും ഡ്രൈവറാട്ടാ. നമ്മളെ വീട്ടിലെല്ലാരും. ഇവന്റെ ഫാദർ ഡ്രൈവറാണ്, അങ്കിന്റെതും ഡ്രൈവറായിരുന്നു, ഞാനും ഡ്രൈവർ. ഈ പ്രാന്ത് കിട്ടിയില്ല. ഒരാളെങ്കിലും. അപ്പൊ പണിത്തിരക്കിലാണ്, അടുക്കള പണിത്തിരക്കിലാണ്. മാത്രല്ല ഞാനും കൂടി ഉണ്ട്. അതുണ്ട് വൈത്താളൊക്കെ വായ്ത്താളാ. ഞാൻ പോകുന്നേ. ഓക്കെ ബൈ. വായി വിജുവേട്ടന്റെ കൂടെ ഡെങ്കി പോണ ആലെത്തിയിട്ടുണ്ട് കേട്ടോ. വന്നപാട് ക്രിക്കറ്റ് കളിയിലാന്ന്, ഇപ്പൊ കളി നിർത്തി. അതെ, എന്റെ ബിജുവിന് ഈടുന്ന് അങ്ങ് ഇറങ്ങി കോഴിക്കോട് വഴി പോകുന്നുണ്ടെങ്കിൽ എനിക്കൊരു സമാധാനാണ്. എന്റെ മോനുണ്ടല്ലോ കൂടെ അതേപോലെ സ്വന്തം വീട്ടിൽ തന്നെ എന്റെ മോൻ തന്നെ. കുറെ കാലത്തിന് ശേഷം ക്രിക്കറ്റ് കളിച്ചു. അങ്ങനെ മനീഷ് എത്തിരിക്കുന്നത്. ഇതാ നമ്മളെ ഗസ്റ്റ് കേട്ടാ. ഗസ്റ്റ് ഒന്നല്ല ഇവൻ നമ്മളെ. ഓ അങ്ങനെയൊന്നും ഇല്ല. അല്ല നമ്മളൊപ്പരുള്ള ആളല്ലേ. നാളെ യൂട്യൂബിന്റെ പറഞ്ഞിരുന്നു എല്ലാം പറഞ്ഞേ പരിപാടിയായിട്ട് പോകാൻ വേണ്ടി വന്നാണ്. നീ വല്ലാണ്ട് മെലിഞ്ഞിട്ടുണ്ട്. ജിമ്മിന് പോകുന്ന ഈ അടുത്ത പരിപാടിക്ക് വന്നപ്പോ കുറച്ച് മെലിഞ്ഞില്ലായിരുന്നു. അപ്പൊ ജിമ്മിലൊക്കെ പോയി ബർത്ത്ഡേ ഒക്കെ വന്നല്ലേ. അതെ അതെ, കുറേ സമയം കളിച്ചിട്ട് ക്രിക്കറ്റ് കളിച്ചത് നമ്മളെ കുറ്റി. അത് അവിടെ ഒരു കുറ്റിയുണ്ട്. വന്ന പറഞ്ഞ കളിയാനുണ്ട്. മോനൊന്നും വരാൻ കഴിഞ്ഞിട്ടില്ല. ഇല്ല, അപ്പൊ പ്രഗ്നന്റ് ആയനെ കൊണ്ട് യാത്ര ചെയ്യാൻ പറ്റൂല. മോന് പിന്നെ അതെ മോനല്ല, അച്ഛൻ പോകുമ്പോ അങ്ങനെ ഷാഡിയൊന്നുമില്ല അല്ലേ. അച്ഛൻ പോകുമ്പോ ഒരു കുഴപ്പമില്ല, അമ്മ പോകുമ്പോ പ്രശ്നമുള്ളൂ. ബാ നീ ഇവൻ എന്നും ആദ്യമായിട്ടില്ല വരുമ്പോ വീട്ടിൽ കളിക്കും നമ്മളുണ്ടാവും. ബാക്കി പ്രശ്നമൊന്നുമില്ല. ഇറങ്ങുന്ന സമയത്ത് ഒരു ഡൗട്ട്, ഭാവയും കൂടി പുറത്തേക്ക് വന്നപ്പോ പോവാണോ? ഇല്ല, അച്ഛൻ മാത്രമല്ല. എന്നാ ശരി, അതാണ് അവസ്ഥ. പക്ഷെ അച്ഛന്മാരെ പോയിട്ടാകുമ്പോ പിള്ളേർ കാത്തു. സ്പെഷ്യൽ ചിക്കൻ കറിയാണ്. മനീഷേട്ടന് സ്പെഷ്യൽ ചിക്കൻ കറി. കവി ഇത് സാധാരണ കർണാടക സ്റ്റൈലിലുള്ള വറുത്തരച്ച ചിക്കൻ കറിയാണ്. നമ്മളെ ചാനലിലെ പ്രധാന നടിയാണ്. അവസാനത്തെ വീഡിയോ വൈറലായിരുന്നു. നമുക്ക് ഇന്നും വീഡിയോ എടുക്കണം. ഇന്ന് ഞാൻ വിടില്ല. പറശ്ശിനിക്ക് വന്നു മാമനത്തോണിച്ചു. അപ്പൊ അവിടെ നട കൂട്ടിയിട്ടുണ്ടാവും. അപ്പൊ നമ്മള് പറശ്ശിനിക്ക് വന്നു. പുതിയ പയങ്ങട്ട അടിപൊളിയാണ്. രസമുണ്ട്. താങ്ക് യു. വെല്ലുമയാന്നിട്ടുണ്ട് ചേച്ചി. ഓ മാമാനത്ത് പോന്ന് പറശ്ശിനിക്ക് പോന്ന് കേട്ടോ. ഇതും അടിപൊളി. അടിപൊളിയാ. നല്ല രസമുണ്ട്. മറ്റേ
ഇപ്പൊ എന്ത് ഡ്രസ് ഇട്ടാലും എന്റെ വിജയനോട് പറയും എനിക്ക് കളർ ചേർന്നിട്ടില്ല, ഞാൻ ഇന്നെങ്കിൽ നീ സന്തോഷിച്ചോട്ടെ എന്ന് വെച്ച് പറഞ്ഞാണ്. അതിന് നീ സമ്മതിക്കൂല അല്ലേ? കളർ ചേർന്നിട്ടില്ല അല്ലെ. രസമുണ്ട്, നല്ല രസമുണ്ട്. അല്ല വെറുതെ പറഞ്ഞു. വിഷുവിന് എടുക്കുമ്പോ നല്ല കളർ ചേർന്നത് എടുക്കും. അതന്നെ, വിഷു നമുക്ക് കളർ ചേർന്നെടുക്കാം. എന്തെല്ലാം കവി? ഇപ്പൊ നിലവിലായിട്ടുള്ളത് ചിക്കൻ കറിയായി, പിന്നെ നെയ്ച്ചോറുമായി, ഇതാ പത്തല് ചുട്ടോണ്ടുണ്ട്. അപ്പൊ ഇനി ഒന്നും കൂടി ഉണ്ട്, കബാബിന്റെ പെരക്കി വെച്ചത്, പെരക്കി വെച്ചിട്ടുണ്ട്. പത്തല് നല്ല മുരിഞ്ഞാന്നുള്ളൊരു വിധം കിട്ടിയിട്ടുണ്ട്. അടിപൊളി. കവിനെ പോയല്ലേ പോയി കുളിച്ചിട്ടോ, അപ്പൊ ഞാൻ ആക്കിയാണ്. ഇവിടുന്ന് ഇവിടെ കൊറേ സമയത്ത് ഞാൻ ചെയ്യുന്നതാ. ആയിക്കോട്ടെ. എന്താ ചക്കപ്പൂരി? ചക്കപ്പൂതൽ ഇനി സാമ്പാറുണ്ട്, പെരിഞ്ചോറുണ്ട് വരാന്, കഴിക്കുക. അപ്പൊക്കെ ബാക്കിലേക്ക് കൊണ്ടുതരാം. എല്ലാം നട്ടോ. നെയ്ച്ചോറും ചിക്കൻ കറിയും നല്ല ടേസ്റ്റ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് എല്ലാരും പറഞ്ഞു പത്തലും കൂടി എടുക്കുക, അത് കഴിക്കാൻ പോവാണ്. ചിക്കന്റെ നല്ല കട്ടിയുള്ളതിനെ നല്ല ടേസ്റ്റ് ഉണ്ട്. സാധാരണ ഉള്ള ടൈപ്പിൽ എന്തോ ഒരു വ്യത്യാസമുണ്ട്. എനിക്കൊന്ന് കർണാടക സ്റ്റൈലാ തോന്നുന്നു. എന്തോ ഒരു പ്രത്യേകത, ഒരു കട്ടി രുചിയൊക്കെ ഉണ്ട്. അതിന് സ്മെല്ലും എല്ലാം ഒരു വ്യത്യാസമുണ്ട്. നല്ല ടേസ്റ്റ്, നല്ല ടേസ്റ്റ് ആയിരുന്നു. അറിയില്ല, ഞാൻ എല്ലാം ടെസ്റ്റ് ചെയ്തോണ്ട് പത്തലിന്റെ കൂടെ ഇനി അടുത്ത കുറച്ച് ചോറ് എടുത്തിട്ടു എല്ലാം ഒന്ന് ടെസ്റ്റ് ചെയ്തോണ്ടിരിക്കും. സാമ്പാർ നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ പച്ച സാമ്പാർ എടുത്ത് കഴിച്ചിട്ടേ ഉള്ളൂ. ഉച്ചക്ക് തേങ്ങ ഇറക്കാണ്ട് വെച്ചതാ മോനെ. എന്ത് സാമ്പാറും ചക്കപ്പൂതലും. ചക്ക ഉണ്ടായിരുന്നു. ചക്ക കിട്ടീന മോനെ, കൂട്ടിയാ? ചക്ക ഉണ്ട്. നമുക്ക് പോകുമ്പോ കൊണ്ടുപോകാം ഞാൻ വിചാരിക്കും വീട്ടിലേക്ക്. കൊടുക്കാനും പറ്റൂലല്ല ചെറുപ്പക്കാരത്തേക്ക്. ഞാൻ ചക്ക നാളെ വാങ്ങിയിരുന്നു. അതെ, അന്നേരം ഞാൻ ചക്കേന്റെ വില അറിയുന്നത്. ഒരു ചക്കക്ക് 850 രൂപ. ചക്കയില്ല, ക്ഷമാന്ന്. ഇത് ഇഷ്ടംപോലെ ഉള്ളത് കൊണ്ട് അതിന്റെ അപ്പൊ ഞാനിങ്ങനെ നമ്മളപ്പോ 850 രൂപ സാധനം നമ്മളെ ദിവസവും പറിക്കുന്നു. ഞാൻ എന്നിട്ട് അത് ചക്ക വാങ്ങിയൊരു സ്ഥലത്ത് കൂടി പോകുമ്പോ ഒരു മരത്തിൽ ചക്ക 5 ചക്ക. അപ്പൊ ഞാൻ കൂട്ടി വെക്കാം, 1, 2, 1000 വെച്ചിട്ട് 5000 രൂപ ചക്ക മരത്തിൽ കിടക്കുന്നുണ്ട് എന്നൊക്കെ. നേച്ചി വന്നിട്ടുണ്ട്. നേച്ചി മനീഷ കണ്ടില്ലേ? അപ്പൊ കൊറേ വട്ടം കണ്ടിരുന്നു. കഴിഞ്ഞ പരിപാടി കണ്ടിരുന്നു. അത് ശരിയാ, ബർത്ത്ഡേക്ക് വന്നതാ മനീഷ. എല്ലാ പരിപാടിയും. അപ്പൊ നമ്മള് പറഞ്ഞാൽ ഇനി വേഗം കിടക്കാൻ വേണ്ടി പോകുന്നത്. കാരണം നാളെ രാവിലെ 3:30 മണിക്കണം. രാവിലെയാണ് ഫ്ലൈറ്റ്. 5:45 അവിടെ എത്തണം. അല്ല, 5:45 പോവും നമ്മള്. 3:45 പോണം നമ്മള്. അപ്പൊ വേഗം കിടക്കാൻ വേണ്ടി പരിപാടിയാണ്. അപ്പൊ നമ്മള് നേരത്തെ എത്തിയാലും കുഴപ്പമില്ല, വൈകി പോണ്ട. നമുക്ക് പുതിയ യാത്രയുടെ വിശേഷങ്ങളിലായിട്ട് നാളെ വരാം. കവി വേറെ വീഡിയോ ബൈ. അയ്യോ, ആരെ കുത്തിക്കോ.